ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയിൽ പ്രത്യേകമായിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തു നിന്ന് വരുന്ന കനാന്യക്കാരിയായ സ്ത്രീയെയാണ് പരിചയപ്പെടുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ലോത്ത് സോദോമിലേക്ക് കൂടാരം മാറി അടിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനവും ദൈവത്തിൻ്റെ കൃപയും മറന്ന് അബ്രഹാമിൽ നിന്ന് മാറി സോദോമിലേക്ക്, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിലേക്കും ഭൗതികതയുടെ എല്ലാ മ്ലേച്ഛതയുടെ ഒരു സ്ഥലത്തേക്കും അവൻ കൂടാരം മാറി അടിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ നാം പിന്നീട് കാണുന്നത് ആ സത്യസന്ധമല്ലാത്ത ജീവിതത്തിന് നിലനിൽപ്പില്ല എന്നും ദൈവം ആ പ്രദേശത്തെ നശിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സോർ സീദോനിൽ നിന്നുള്ള ഒരു കനാന്യക്കാരിയായ സ്ത്രീ വരികയും അവൾ കണ്ണുനീരോടുകൂടെ ക്രിസ്തുവിനോട് യാചിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു, ഒരു സ്ത്രീയാണ് ഇവിടെ കാണിക്കുന്നതെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഒരു ദേശത്തിൻ്റെ കണ്ണുനീരാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തങ്ങളുടെ ചെയ്തി കൊണ്ട്, തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, തങ്ങളുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ടൊക്കെ വഴിതെറ്റിപ്പോയ ഒരു പ്രദേശം ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടെ വരികയാണ്. എന്നാൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു ആദ്യമൊന്നും മനസ്സ് അലിയുന്നില്ല. അവൾ പറയുന്നു, ആദ്യം മക്കൾ തൃപ്തരാകട്ടെ എന്നാണ് പറയുന്നേ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഒരു വലിയ അഹങ്കാരമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ്, നമ്മൾ ഇന്ന കുടുംബത്തിൽ ഉള്ളവരാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉന്നതികളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ വാചാലമാവുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്തു അതിനെ അവിടെ തച്ചുടയ്ക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ ആ ഒരു കപടത തിരിച്ചറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ മനഃപൂർവ്വം അവഹേളിക്കുന്നത്. പക്ഷെ അവൾ വീണ്ടും പറയുകയാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. അവളുടെ കണ്ണുനീര്, അവളുടെ അടിയുറച്ച വിശ്വാസം, ഒരുപക്ഷെ യഹൂദന്മാരായ ആൾക്കാർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ അവനെ വിമർശിക്കുന്നതായിട്ട് ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അവൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടും, അവൻ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും, അവൻ അനേകം രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെ കണ്ടിട്ടും, പ്രത്യേകിച്ച് ഈ ഫാരിസയന്മാരും ഒക്കെ ക്രിസ്തുവിനെ വിമർശിക്കുന്നത് ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാഞ്ഞിട്ടും വളരെ നിസ്സഹായയായ, കുടുംബപരമായിട്ട് തകർച്ച നേരിടുന്ന, മക്കളുടെ തകർച്ച കാണുന്ന ഒരു സ്ത്രീ കണ്ണുനീരോടെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് അവനോട് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം യേശു തമ്പുരാൻ അവളോട് പറയുകയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പോയിക്കിട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥനയുടെ ഒരു വലിയ തലമാണെന്നുള്ളത് മറന്നു പോകരുത്. കേവലം ഒരു സാധാരണ വിശ്വാസമല്ല ആ സ്ത്രീയിൽ കാണുന്നത്. ഒരു പ്രദേശത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിലാപം നമുക്ക് അവളുടെ ആ കണ്ണുനീരിൽ കാണുവാൻ സാധിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം, സോർ സീദോൻ പ്രദേശത്ത് നിന്ന് വരുന്ന ആ സ്ത്രീയുടെ കണ്ണുനീര് കണ്ടിട്ട് അവളുടെ മകളെ സൗഖ്യമാക്കുന്ന, അല്ലെങ്കിൽ അവളുടെ തലമുറകളെ സൗഖ്യമാക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ കുറവുകളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീര് കാണും, നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷെ നിരന്തരമായി കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള ആ പ്രാർത്ഥന ഒരു മന്ത്രം കണക്കെ നമ്മുടെ നാവിൽ നിന്ന് ഉയരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.